ഏറ്റവും ഇഷ്ടപ്പെട്ട ബി.ജെ.പി. നേതാവിനെ വിളിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തും ചോദിക്കാമെന്ന പരിപാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബി.ജെ.പി. നേതാവ് ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ് ഏറ്റവും തന്ത്രപരമായ ഉത്തരം നൽകി രാഹുൽ ഗാന്ധി വലിയ അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ വിദ്യാർത്ഥികളുമായും ജെൻസി തലമുറയുമായും സംവദിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്ന രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിനെയും തകർത്ത് മുന്നേറുകയാണിപ്പോൾ. ഇൻസ്റ്റാഗ്രാമിൽ വിദ്യാർത്ഥികളുമായും ജെൻസി തലമുറയുമായും സംവദിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാവുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇൻസ്റ്റാഗ്രാമിലെ ആസ്ക് മീ എനിത്തിങ് അഥവാ എന്തും ചോദിക്കാം എന്നോട് എന്ന സെഷനിലൂടെയാണ് യുവാക്കളുടെ വിവിധ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി വളരെ രസകരമായി മറുപടി നൽകിയത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് കോൺഗ്രസ്സിന് പുറത്ത് തനിക്കിഷ്ടപ്പെട്ട ബി.ജെ.പി. നേതാവ് ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള രാഹുൽ ഗാന്ധിയുടെ മറുപടി. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഇപ്പോൾ ബി.ജെ.പി. നേതാവുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ പേരാണ് ഒരു മടിയും ഒരു സംശയവും കൂടാതെ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ പറഞ്ഞത്. തീർച്ചയായും അത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് എന്നും എനിക്ക് അദ്ദേഹവുമായി നല്ല അടുപ്പമുണ്ട്, അദ്ദേഹം വളരെ കൂളാണ്, സൈനിക ചരിത്രത്തിൽ തന്നെ വലിയ വിദഗ്ധനുമാണ് അമരീന്ദർ സിംഗ്, അതിനാൽ എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് എന്നാണ് രാഹുൽ ഗാന്ധി വളരെ ക്ലാരിറ്റിയോടെ വ്യക്തമാക്കിയത്. ഹലോ അങ്കിൾ അമരീന്ദർ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ആ വീഡിയോ തന്നെ അവസാനിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ തുറന്നു പറച്ചിൽ വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ വരുന്ന മാർച്ചിലാണ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇനി 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്ന അമരീന്ദർ സിംഗ് 2 തവണ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ ഈ 2021 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അദ്ദേഹം പിന്നീട് പാർട്ടി വിടുകയും പഞ്ചാബ് ലോക് കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോൺഗ്രസ് എന്ന പാർട്ടിയോടുണ്ടായ വൈകാരികമായ ബന്ധം അതിൽ നിന്നൊക്കെ മനസ്സിലാകാം. എന്നാൽ 2022 ഈ പാർട്ടി ബി.ജെ.പിയിൽ ലയിക്കുകയായിരുന്നു. മുൻകാലങ്ങളിൽ ഇരുവരും കോൺഗ്രസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അമരീന്ദർ പാർട്ടി വിടുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ തോതിൽ വിള്ളലുകൾ വീണിരുന്നു. അത് സ്വാഭാവികമാണ്. അന്ന് ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ഈ രാജ്യത്ത് അമരീന്ദർ സിംഗിനെതിരെ കോൺഗ്രസ് നേതാവ് ക്രിക്കറ്റ് താരം കൂടിയായ സിദ്ധു നടത്തിയ ഒരു ഗ്രൂപ്പ് യുദ്ധത്തിൽ തകർന്നു പോയതാണ് പഞ്ചാബിലെ കോൺഗ്രസിൻ്റെ ഭരണം. എന്നാൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. സിദ്ധു ആണെങ്കിൽ ജയിലിലുമൊക്കെയായി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. അമരീന്ദറിന് ശേഷം മുഖ്യമന്ത്രിയായ ചരൺ സിംഗ് ചെന്നിയും ഇപ്പോഴത്തെ പഞ്ചാബ് PCC അധ്യക്ഷൻ അമരീന്ദർ രാജയുമാണ് ഇനി മുഖ്യമന്ത്രിയാകേണ്ടുന്ന പ്രമുഖർ എന്ന് പറയുന്നത്. ഒത്തുപിടിച്ചാൽ 100% ഭരണം ലഭിക്കാവുന്നൊരു സംസ്ഥാനമാണ് കോൺഗ്രസിന് പഞ്ചാബ്. കാരണം ബി.ജെ.പി. എന്ന് പറയുന്ന പാർട്ടി ആ സംസ്ഥാനത്തില്ല. അതിന് ഈ നൂറ്റാണ്ടിൽ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അവരുടെ കൂടെയുണ്ടായിരുന്ന അകാലിദളും അവസാനിച്ച മട്ടാണ്. ഇപ്പോൾ കോൺഗ്രസും ആ പഞ്ചാബ് ഭരിക്കുന്ന AAPയും തമ്മിലാണ് മത്സരം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കാര്യങ്ങൾ അറിയുന്നതിന് മുൻപേ പഞ്ചാബിലെ ജനങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് AAPക്ക് ഭരണം നൽകിയത്. അഴിമതിക്കെതിരെ വന്നവർ എല്ലാം തന്നെ അഴിമതി കേസിൽ ജയിലിലാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരാണ് സർക്കാരിനെ ഇപ്പോൾ നയിക്കുന്നതെന്നും ലഹരിയിൽ പഞ്ചാബ് മുങ്ങിപ്പോയിട്ടുണ്ടെന്നും ഒക്കെയുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥയാണ് മുഴുവൻ ചർച്ചയാകുന്നതും. അതുകൊണ്ട് AAPക്ക് പ്രസക്തിയില്ലാതായ പഞ്ചാബിൽ കോൺഗ്രസ് ഭരണമുറപ്പിക്കുന്നുവെങ്കിലും മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണം. അതിനായി രാഹുൽ ഗാന്ധി വീണ്ടും മനസ്സിൽ കാണുന്നത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ തന്നെയാണ്. അതിൻ്റെ സൂചനയാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ നൽകിയത്. കാരണം മുൻ മുഖ്യമന്ത്രി ചരൺ സിംഗ് ചെന്നിയും PCC അധ്യക്ഷൻ അമരീന്ദർ രാജയും ഇപ്പോൾ തന്നെ ചില ഗ്രൂപ്പ് യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ വലിയ കടുത്ത മത്സരം അവർ തമ്മിൽ നടത്തിയാൽ പഞ്ചാബിൽ കോൺഗ്രസ് പഴയ രീതിയിലാകുമെന്നും ഉറപ്പായതോടെയാണ് പഞ്ചാബിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും കാണുന്നത്. രാഹുലിൻ്റെ ഈ വിളിയിൽ അമരീന്ദർ സിംഗ് ഒന്നും നോക്കാതെ കോൺഗ്രസിലെത്തിയാൽ പഞ്ചാബ് വീണ്ടും കോൺഗ്രസിന് സ്വന്തമായി എന്ന് തന്നെ പറയാം. ഏതായാലും നമുക്ക് അമരീന്ദർ സിംഗിനെ വിളിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഒന്ന് കണ്ടു നോക്കാം. Captain Amarinder Singh, definitely I get along with him. He's cool.
and he's an expert on military history. So I like him quite a lot. Hello, Uncle Amrinder.